ഇവിടെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ മഴ പെയ്യുക ഇപ്പം. ഇത് കൊച്ചച്ഛൻ്റെ കാറാണ്. അത് ഡ്രൈവിംഗ് പഠിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പോകും. ഇന്ന് രാത്രി വീഡിയോ ഇടുന്നത് അമ്മയും മോളും ഒക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഒരു സ്വീറ്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ. ഇത് പിന്നെ നമ്മൾ പായസത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ബോളിയില്ലേ, ആ ബോളിയാണ്. അത് പരിപ്പ് വെച്ചല്ലേ അതിൻ്റെ ഫില്ലിങ് ചെയ്യുന്ന മൈദയ മേൾഭാഗം, അകത്ത് പരിപ്പും പിന്നെ ശർക്കരയും ഏലക്കയും കൂടി ഫില്ലിങ് ചെയ്യും. പക്ഷേ ഇത് കോക്കനട്ടാണ്, തേങ്ങയാണ് ഇതിനകത്ത് ഫില്ലിങ്. തേങ്ങയും ശർക്കരയാണ് അതിനകത്ത് ഫില്ലിങ്. അവിടെ കർണാടകയിൽ ഏത് വിശേഷം വന്നാലും, ദീപാവലി അങ്ങനെയൊക്കെ എന്ത് വിശേഷം വന്നാലും അവർ ബോളി ഉണ്ടാക്കും വീട്ടിൽ. അവർക്കത് പ്രധാനമാണ്. അങ്ങനെ അവിടെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബോളിയാണ് കോക്കനട്ട് ബോളി. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഇതിനകത്ത് തേങ്ങയും ശർക്കരയും പിന്നെ ഏലക്കയും കൂടി നമ്മൾ കുഴക്കട്ട കണക്ക് തന്നെ അകത്ത് ഇത് വെച്ചിട്ട് പരത്തിയെടുക്കുക. പിന്നെ മൈദയും മേളത്തെ മുട്ടി പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന നല്ലോണം എണ്ണയൊക്കെ ഇട്ട് കുഴച്ചെടുക്കും. എന്നിട്ട് അതിനകത്ത് തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടി അത് വെച്ച് മൂപ്പിച്ചിട്ടാണ് അതിനകത്ത് ഫില്ലിങ് ചെയ്യുന്നത്. ഇത് ഒത്തിരി ദിവസം ഇരിക്കത്തില്ല, പെട്ടെന്ന് കേടാവും. ഇതൊരു കനച്ച് ഇതാവും. അതേ കണക്ക് വേറൊരു സ്വീറ്റ്സും കൂടി കൊണ്ടുവന്നിട്ട് മൈസൂർ പാക്ക്. പിന്നെ കട്ടിയുള്ള മൈസൂർ പാക്കും ഉണ്ട്, ഇത് സോഫ്റ്റുള്ള മൈസൂർ പാക്ക്. ഇത് കടലമാവാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് നെയ്യും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് ഭയങ്കര മധുരമുള്ള സാധനമാണ്. അവിടെ ഉള്ളവർക്ക് ഏത് വിശേഷങ്ങൾ വന്നാലും, തമിഴ്നാട് കർണാടകക്കാർ മധുരമാണ് കൂടുതൽ അവർ കഴിക്കുന്നതും വിളമ്പുന്നതും എല്ലാം, കല്യാണത്തിനായാലും ഏത് വിശേഷത്തിന്. പിന്നെ ഇത് കുക്കീസാണ്, മറ്റേ കോക്കനട്ട് കുക്കീസ്. ഇത് ഇവിടേക്ക് ഉണ്ടെന്ന് ഈ കുക്കീസ്. പിന്നെ ഇത് ഏട്ടൻ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുക്കീസ്. ഇത് അത്ര മധുരമില്ല, എങ്കിലും മധുരമുള്ള സാധനമാണ്. അവിടെ കർണാടകയിൽ ഏത് കാര്യത്തിനും ഒരു മധുരമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ന് രാത്രിയിൽ ചോറ് തന്നെയാണ്. ചോറും ഇച്ചിരി മീൻകറിയുണ്ട്, പിന്നെ തോരൻ ഇരിപ്പുണ്ട്, മോര് ഇരിപ്പുണ്ട്, മോര് വെച്ചതിരിപ്പുണ്ട്, പിന്നെ രാവിലത്തെ ഉണ്ടാക്കിയ അപ്പം ഇരിപ്പുണ്ട്. ഇനി ഒരു മുട്ടയും കൂടി പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും. അങ്ങനെ മുട്ടയും കൂടി ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ച് മുട്ടയും പൊരിച്ച് എല്ലാവരും കൂടി കഴിക്കുമ്പോൾ ഇന്നത്തെ രാത്രിയിലെ അത്താഴം കഴിഞ്ഞ്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ബൈ.